അച്ഛാ, കൃത്യസമയത്ത് തന്നെയാണല്ലോ മോള് വെള്ളവും കൊണ്ട് വന്നത്. അച്ഛൻ ഗുളിക എടുത്തിട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. രഘുവേട്ടന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണ്ടേ അച്ഛാ? അനുചേച്ചി ഇന്ദിരേട്ടനും അവിടെ താമസിക്കുമ്പോ രഘുവേട്ടൻ എന്തായാലും അങ്ങോട്ട് പോവില്ല. ദാസങ്ങളുടെ അടുത്തും ഇപ്പൊ ചെല്ലുന്നില്ലെന്ന് അറിഞ്ഞത്. ഇങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നടക്കേണ്ട ആളാണോ രഘുവേട്ടൻ? രഘു ഇപ്പൊ കമ്പനി തന്നെ കിടക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അച്ഛനൊന്ന് രഘുവേട്ടനെ കണ്ട് സംസാരിച്ച് എല്ലാം ഒന്ന് നേരെയാക്കിക്കൂടെ? ഞാൻ പറയാഞ്ഞിട്ടല്ലോ മോളെ. ഓരോ മനുഷ്യർക്കും ഓരോ മനസ്സും ഓരോ ചിന്താഗതിയുമാണ്. അവർക്കെല്ലാം അവരുടേതായ ശരികളും തെറ്റുകളും ഒക്കെ ഉണ്ട്. നിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയല്ലേ? മക്കളായാലും മരുമക്കളായാലും അവരുടെയൊക്കെ കുടുംബജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഇടപെടുന്നതിന് കുറച്ച് പരിധിയൊക്കെ ഉണ്ട്. അതിനപ്പുറം കയറി ഇടപെട്ടാൽ അവരൊരിക്കലും നമ്മുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കില്ല. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. രഘുവിനോടും അമ്പിളിയോടും എനിക്ക് പറയാൻ പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവരായിട്ട് തീരുമാനങ്ങൾ എടുക്കട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ? അമ്പിളി ചേച്ചി ഒന്ന് അയഞ്ഞിരുന്നെങ്കിൽ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചേനെ. പക്ഷെ ചേച്ചിയും വാശിയോടെ നിൽക്കല്ലേ. കാലം എല്ലാറ്റിനും മാറ്റം കൊണ്ടുവരും മോളെ. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയെ നിവൃത്തിയുള്ളൂ. അച്ഛാ, ഞാൻ വേറൊരു കാര്യം അച്ഛനോട് ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്താ മോളെ? അത് അച്ഛൻ വിനയേട്ടന് ബിസിനസ് തുടങ്ങാൻ പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്റെ കയ്യിൽ എവിടുന്നാ ചീരു അത്രയും പണം? പിന്നെ എവിടുന്ന അച്ഛാ വിനയേട്ടന് ബിസിനസ് തുടങ്ങാൻ ഇത്രയും കാശ് കിട്ടിയേ? മോളെ, നമ്മൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? വിനയൻ അവന്റേതായ രീതിയിൽ പണം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവൻ ബിസിനസ് തുടങ്ങുന്നത്. എന്നാലും അച്ഛാ, അത് മോൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നീ വിനയനോട് തന്നെ ചോദിക്കണം. ആ, എന്തെങ്കിലും ആവട്ടെ. ഇനിയും കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാ കൊള്ളാം. ശരി അച്ഛാ. കട തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടതല്ലേ? ഈ പണമൊക്കെ എവിടുന്ന് കിട്ടുമെന്ന് നീ വിനയനോട് ചോദിച്ചോല്ലേ? തികെ അവന്റെ സ്വഭാവം ഏട്ടൻ അറിയില്ലേ? ഞാൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ അവൻ അതിന് മറുപടി പറയുമെന്ന് തോന്നുന്നുണ്ടോ? എന്നരുതി നമ്മൾ മിണ്ടായിരിക്കുന്നത് ശരിയാണോ? നമ്മുടെ അറിവിൽ അവന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടാവാൻ യാതൊരു സാധ്യതയുമില്ല. അതൊക്കെ ശരിയാ. പലതവണ ഞാൻ അവനോട് ചോദിക്കാൻ തുടങ്ങിയതുവാ. പിന്നെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതിയാ ചോദിക്കാതിരുന്നേ. ആഹാ, എന്താണ് രണ്ടുപേരും എന്തോ കാര്യമായ ചർച്ചയിലാണെന്ന് തോന്നുന്നു. ഞങ്ങള് നിന്റെ കാര്യം തന്നെ സംസാരിക്കുകയായിരുന്നു. ആ, അതെനിക്ക് തോന്നി. ഞാനാണല്ലോ നിങ്ങളുടെ സംസാര വിഷയം. അതെ, എനിക്കും ഏട്ടനും ഓർക്കാനും സംസാരിക്കാനും നിന്റെ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. കട തുടങ്ങാനും മറ്റാവശ്യങ്ങൾക്കും നല്ലൊരു തുക വേണ്ട വിനയ. പിന്നെ ചുമ്മാതെ പറ്റുമോ? നിന്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും പണം? നിങ്ങൾ ഇതെന്താ ഇത്രയും ദിവസമായിട്ട് ചോദിക്കാത്തതെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. എങ്കി പറ. ഞങ്ങളുടെ അറിവിൽ നിന്റെ കയ്യിൽ പണമൊന്നുമില്ല. പിന്നെ എവിടുന്ന് ഇത്രയും പണം കിട്ടിയേ? അത് എന്നെ ഒരാള് 15 ലക്ഷം രൂപ തന്ന് സഹായിച്ചു. ഇനിയിപ്പോ 10 കൂടി വേണം. അതും തരാന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. ആര്? അതൊന്നും തൽക്കാലം നിങ്ങൾ അറിയണ്ട. എന്റെ അവസ്ഥ മനസ്സിലാക്കി ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തന്നെയാണെന്ന് കരുതിക്കോ. അങ്ങനെ പറഞ്ഞൊഴിഞ്ഞാൽ ശരിയാവില്ല വിനയ. ഇന്നത്തെ കാലത്ത് ആരും 10 രൂപ പോലും വെറുതെ തരില്ല. അപ്പോഴാ 15 ലക്ഷം രൂപ. വെറുതെ ആണെന്ന് ആര് പറഞ്ഞു? തിരിച്ചു കൊടുക്കണം. അത് ഞാൻ കൊടുക്കുകയും ചെയ്യും. ദേ, രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞു കിട്ടിയിരിക്കുക. വേറെ ഒന്നും ആലോചിക്കാതെ ഈ പിടിവള്ളി പിടിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. നമ്മുടെ ജോലി കൃത്യമായും സത്യസന്ധമായും ചെയ്ത ഈശ്വരൻ കൂടെ നിൽക്കുക തന്നെ ചെയ്യും. അതെ,
പക്ഷെ നമ്മളായിട്ട് ആരെയും ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ പാടില്ലെന്ന് മാത്രം. ഞാൻ നല്ലൊരാളായതുകൊണ്ട് എനിക്ക് ഈ അവസരം ദൈവം തന്നതാണെന്ന് കരുതിക്കോ. അപ്പൊ പിന്നെ ആരാ പണം തന്നേ? അത് പറയാൻ എന്തിനാ എത്ര മടിക്കുന്നേ? മാമാ, ചില കാര്യങ്ങൾ അങ്ങനെ അധികം ആരോടും പറയാതിരിക്കുന്നതാണ് അതിന്റെ ഒരു ഭംഗി. അതുകൊണ്ട് എനിക്ക് കാശ് തന്ന ആളാരാണെന്ന് തൽക്കാലം നിങ്ങൾ അറിയണ്ട കേട്ടാ. ശരി, പറയാൻ പറ്റില്ലെങ്കിൽ നിർബന്ധിക്കുന്നില്ല. നിർബന്ധിക്കണ്ട. പക്ഷേ പ്രശ്നങ്ങളിലൊന്നും പോയി ചാടരുത്. എന്റെ കാര്യത്തിൽ ഇനി അമ്മയ്ക്കും മാമനും യാതൊരു ടെൻഷനും വേണ്ട. ഇനി വരാൻ പോകുന്ന ഈ വിനയന്റെ സമയല്ലേ, ഞാൻ ഇനി ഒരു തകർപ്പ് തകർക്കും. പീതാമ്പരൻ കാര്യമൊന്നും പറഞ്ഞില്ല. ജോത്സ്യരെ, ഈ വോക്കിംഗ് ടൈമില് വാചകം അടിക്കരുതെന്നാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴേ അതിൽ മാത്രം മനസ്സ് വെക്കണം. ഞാൻ പറഞ്ഞത് പീതാമ്പരന്റെ മെയിൻ കാര്യമാ, അല്ലാതെ നടപ്പ് കാര്യമല്ല. ആ, എന്നാ നീ പറ, എന്നതാ കാര്യം? അവനൊരു 10 ലക്ഷം രൂപ കൂടി കൊടുക്കുന്ന കാര്യമാ. ഏവന്? അവനെ, ആ വിനയന്. അത് വേണോ ജോത്സ്യരെ? ഞാൻ അന്വേഷിച്ചപ്പോ അവൻ അത്ര വെടുപ്പുള്ള ആളല്ല. അവനെന്തായാലും നമുക്കെന്താ പീതാംബരൻ ചേട്ടാ? മിനിമം 1 കോടി രൂപയെങ്കിലും വിലമതിക്കുന്ന അവന്റെ വീടിന്റെ പ്രമാണം നമ്മുടെ കയ്യിലിരിക്കല്ലേ. അവൻ വെടിപ്പല്ലെങ്കിൽ നമ്മൾ വെടിപ്പാക്കി കൊടുക്കില്ലേ? ആ, അപ്പൊ കൊടുത്തേക്കല്ലേ? പലിശ മുടങ്ങിയാലേ പീതാംബരന്റെ സ്വഭാവം തനിക്കറിയാലോ. അറിയാലോ, എനിക്ക് അനുഭവമല്ലേ. ഞാനത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ആ, അത് മതി. അപ്പോഴേ നീ അവനോട് പറ, നമുക്ക് 10 കൊടുക്കാം. ആളിവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ രാവിലെ നടക്കാൻ പോകുന്ന കാര്യം. ദേ വരുന്നു, വിനയന്റെ വണ്ടിയാ. ഇവൻ ആള് വലിയ സെറ്റപ്പിലൊക്കെ ആണല്ലോ ജോത്സ്യരെ നടപ്പ്. അതെ അതെ, പണ്ട് വലിയ പുള്ളിയായിരുന്നേ, ഇടയ്ക്കൊന്ന് ക്ഷീണിച്ചതാ. പുതിയ ബിസിനസ് തുടങ്ങിയാൽ രക്ഷപ്പെടും നോക്കിയാ